സമയമില്ല, ഞങ്ങൾ അത്യാവശ്യം ഗോവ വരെ പോകണം. പോയി വന്നിട്ട് സംസാരിക്കാം, ഫ്ലൈറ്റിന് ടൈമായി. അങ്ങനെ പറയല്ലേ ബ്രോ, എന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ടൈമാണിപ്പ. ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നതാ. ഓരോന്നും പൊളിയാണ്ടാ. വേറു എന്റെ ജീവനാണ്. ഒറ്റയ്ക്ക് 100 വരെ ഞാൻ നിന്നു. ആക്രാന്തം വേണ്ട, ഇത് മത്സരമല്ല. അതെ, ലോട്ടറി അടിച്ച് രാവിലെ സുനി എന്ന് പറയുന്ന കൂട്ടുകാരൻ ഓടിച്ചിട്ട് പേടിപ്പിക്കും. പിന്നെ സതീശൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ വെടിവെച്ച് പേടിപ്പിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ലഡു കൊടുത്തങ്ങോട്ട് ആഘോഷിക്കാന്ന് കരുതി. കൊള്ളാലോ എന്റെ ഈശ്വരാ, ഷാനുവിനെ എന്നും ഓരോരുത്തരും ഓടിച്ചില്ല. നല്ല ടേസ്റ്റ്. ഇത് ഏത് ബേക്കറിന്ന് മേടിച്ചാ? ഒരു 100 മേടിക്കണം. ബേക്കറിന്നല്ല, ഇത് പരലോകത്തുനിന്ന് ഷംസി കൊണ്ടുവന്നതാ. കാലം കഴിഞ്ഞിട്ട് മരിക്കാത്തവരുടെ വള്ളം ഒട്ടിച്ച് കൊണ്ടുപോകാനുള്ളതാ. അതിനില്ലടോ ഞങ്ങൾക്ക് എന്തിനാ? ഈ ലഡു ആമാശയത്തിലെത്തുമ്പോ ആരുടെയെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൊള്ള പൊട്ടി ചോര ഛർദിച്ച് മരിക്കും. ഞങ്ങളെ രക്ഷിക്കണ, തെറ്റ് പറ്റി പോയി. ഞാൻ ഗോവക്കുള്ള ഫ്ലൈറ്റ് ടൂർ നമുക്ക് ചിന്തിക്കണ്ടേ? ജീവനുണ്ടെങ്കിലല്ലേ ഫ്ലൈറ്റിൽ കയറാൻ പറ്റൂ. എന്നെ മാത്രം ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? കാര്യത്തിലേക്ക് വരാം. സത്യം പറഞ്ഞോ, ഞാൻ രണ്ടുകൂടായി. ഞാൻ പറയാ, ഷംസി മരിച്ച ദിവസം നിങ്ങളുടെ മുറിയിൽ എനിക്കൊരു സ്വർണ്ണവും പണമാണെങ്കിൽ ഒരു ബാഗ് കിട്ടി. ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്ന് ഇത് തല്ലല്ലേ. ഞാൻ പറയാ, ഒരു മാല ഞങ്ങൾ വിറ്റു, 2 മാല കഴുത്തിലിട്ടിട്ടുണ്ട്, കുറച്ച് ഡ്രസ്സും എടുത്തു. എല്ലാം ഞങ്ങൾ തന്നേക്കാം. പിടിച്ചോ. ഞങ്ങള് തല്ലല്ലേ വച്ചാല്, ഞങ്ങള് പതിനെട്ട് വേണ്ടി പോയി വച്ചാല് തല്ലല്ലേ. ഇതെല്ലാം പിടിച്ചോ, ഞങ്ങൾക്കൊന്നും വേണ്ട. എവിടെയാണോ പറയാ എന്തിനാണ് ഈ വീട്ടിൽ വന്ന്? ഒരു അമ്മയും മോളും മാത്രമേ ഇവിടെ ആവുമ്പോ ആരും വരില്ല. അവിടെ ഒരു കുഴിച്ചിട്ടേക്കണ. വാ വാ. ഇവിടെ കുഴിക്കടാ. ആ താഴെട്ടോ അങ്ങോട്ട്. നിന്നെ പറ്റിക്കണേട്ടാ. എല്ലാവരും മണ്ണാങ്കട്ടയും കാണാനല്ലോ. രാജു ഉടായിപ്പം കൊണ്ടുവന്നാണ്ടല്ലോ. ഇവിടെ തന്നെയല്ല. അതെ അതെ, ഇവിടെ തന്നെ കുഴിച്ചിട്ടേ. വേഗം കുഴിക്കണം അങ്ങോട്ട്. ഇങ്ങനൊരു ശബ്ദം കേട്ടാ. കേട്ടാ എന്താ നോക്ക്. മാന്ത് എടുത്തട. അയ്യോ, കാണിലട കള്ള പന്നി. ഉടായിപ്പം എന്റെ അടുത്താ. കമ്പി പഠിപ്പിച്ച ആശ്രമത്തിൽ കൂടി കയറ്റി ഞാൻ ശവായിയാക്കും. എവിടെയാ ബാഗ്? കുഴിച്ചിട്ടത് സത്യാരോടെ കുഴിച്ചിട്ടത്. ഇതാരും കൂടോത്രം ഷംസി, ഈ കുടത്തിന് എന്ത് വഴി തെളിയാനാണ്? ഷംസി മരിച്ചിട്ട് വഴി പറയാനായില്ലേ? ഇതാരോടെ പറയണത്? ഷംസി നിക്കണ കണ്ടില്ലടാ, പുലി പോലെ വെള്ള ഷർട്ടോട്ട് നിക്കണ കണ്ടില്ലേ? അയ്യോ, ഈ മീശയും വെച്ച് ഇങ്ങനെ കിടന്ന കരയിലട കള്ള പന്നി. ആരാ? ആരാടേ? അമ്മേ, ബബ്ലു, മീനാക്ഷിയുടെ മണവാളൻ, അമ്മയുടെ പുന്നാര മരുമകൻ. എനിക്ക് ഇപ്പൊ തന്നെ മീനാക്ഷിയെ കെട്ടാൻ തോന്നണേ. ബംഗാളി തട്ടി ഒന്ന് ഇറങ്ങി പോടാ. ബംഗാളി തട്ടി നീയാണെന്ന് അറിഞ്ഞിട്ടല്ലേ എന്റെ മകൾ മുറിയിൽ അടച്ചിരിക്കണത്. ആഹാ, ഇന്ന് കൃത്യം 11 മണിക്ക് ഞാൻ മീനാക്ഷിയുടെ കട്ടിൽ താലി കെട്ടും. അപ്പം മരുമകനാകല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. നീ ആരുടെ കഴുത്തിലെ 11 മണിക്ക് താലി കെട്ടെന്ന് പറഞ്ഞത്? പോടാ ബംഗാളി. ജാവോ ജാവോ. ജാവോ ജാവോന്നോ? നിങ്ങളുടെ ഭർത്താവ് എന്നെ ഇവിടെ പണിക്ക് നിർത്തിയത് മീനാക്ഷിയെ കല്യാണം കഴിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ്. നാട്ടിൽ പൈസ
പോലും എന്റെ മോളെ നിനക്ക് തരില്ലടാ. തരില്ലാന്നോ? മാക്രി തള്ളേ, ഇന്നിവിടെ നടക്കാൻ പോകുന്ന വശീകരണ മന്ത്രാണ്. ആ പൂജ കഴിഞ്ഞ ബബ്ലു എന്റെ മോളെ കെട്ടണേ എന്ന് പറഞ്ഞ പിറകെ വരരുത് തള്ളേ. എടാ ബംഗാളി, നിന്റെ പൂജ നടക്കില്ല, നിന്റെ പൂജയും നടക്കില്ല. ഇന്നത്തോടെ നീ നശിച്ച് നാറാണക്കല്ലാവും. നിങ്ങൾ പ്രാകും തോറും എന്റെ ശക്തി കൂടി വരികയാണ് തള്ളേ. വേണ്ടി വന്നാൽ മീനാശിയും കിട്ടും, നിങ്ങളെയും കിട്ടും. എന്റെ ഈശ്വര, ഈ ബംഗാളിനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ? കൊല്ലി കൊല്ലി. ബംഗാളി, നിന്റെ പൂജ മാത്രം ഇവിടെ വരെ പോവില്ല. പറഞ്ഞ വാക്ക് പാലിക്കണം. ആരാണ്? ഞാൻ